അപ്പോൾ ഹായ് ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോക്ക് സാധനം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളൊരു മറ്റേ ഇതുണ്ടാവുമല്ലോ ഗൈസ്, നമ്മൾ നാപ്തോലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായിരുന്നു ഗൈസ്, ഇത് ഈ സംഭവം സ്ലേറ്റാണ് ഗൈസ്. സ്ലേറ്റ് എന്ന് പറയാൻ സ്ലേറ്റാണോ ഗൈസ്, എന്തായാലും പറയാം. എന്തെങ്കിലും LCD ഒരു റൈറ്റിംഗ് ബോർഡ് എന്ന് പറയാം ഗൈസ് നമുക്ക്. എന്നിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങളൊന്നും വീഡിയോ എന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു മാസം തോന്നുന്നു ഗൈസ്. അപ്പോൾ പരീക്ഷയൊക്കെ ആയിരുന്നു ഗൈസ്, വെക്കേഷനായി ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ട് കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ പറഞ്ഞു മെയ് മാസം ആ വീഡിയോ വരുന്നതാണ് ഗൈസ്. മെയ് മാസം എന്തായാലും വീഡിയോ ഇട്ടാൽ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഇഞ്ച് വരുന്നത് 8.5 ഇഞ്ചാട്ടോ ഗൈസ് സാധനം വരുന്നത്. ഗൈസ് തളങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ് ക്യാമറ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറക്കാട്ടോ ഗൈസ്. നല്ല പാക്കിങ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ തുറക്കാം. വന്നിട്ട് കാരണം ഗൈസ് ഇതിൻ്റെ പെട്ടി ഗൈസ്, നല്ല പെട്ടിയില്ല. ഇനി ഗൈസ് നമുക്കിത് എടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഇവിടെ ആരൊക്കെ മുന്നേ കുറേത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പെന്നുണ്ടാവും കേട്ടോ ഗൈസ്. നമുക്കൊരു പെന്ന് കിട്ടും, അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഗൈസ്. ഇതിൽ കുറച്ച് 2 പ്രത്യേകതകൾ മാത്രമേ വലിയ കാര്യമായിട്ട് അങ്ങനെ ഇല്ല ഗൈസ്. നമ്മുടെ പിള്ളേർക്ക് ഗൈസ്, നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഗൈസ്, അങ്ങോട്ട് ഇങ്ങനെ പോകുന്നവർക്കൊക്കെ നല്ലൊരു സാധനമാണ് ഗൈസ്. അവർക്ക് ഉപയോഗിക്കാൻ അറിയുമെന്ന് അറിയില്ല ഗൈസ്. എന്നാൽ അവരെന്തൊക്കെ സ്ലേറ്റിൽ തന്നെ എഴുതി പഠിക്കട്ടെ ഗൈസ്. അവരത് മേടിച്ച് കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ ഗൈസ് വേറെ ഇതെന്തൊക്കെ താഴോട്ട് കൊണ്ടുപോയി ഇത് നാശം കഴിഞ്ഞാൽ ഗൈസ് അതിൻ്റെ പണി കഴിഞ്ഞ് പൈസ പോവുകയും ചെയ്യും, എല്ലാം പോവുകയും ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാറുണ്ട് ഗൈസ്. നോക്കിയ ഗൈസ് ഇവിടെ ഞാനൊരു കാര്യം എഴുതിയിട്ട് ഗൈസ്, എന്തൊക്കെയാ ആവട്ടെ എന്തൊക്കെ എഴുതി ഗൈസ്. ഇത് കേട്ടില്ല ഗൈസ്, ഇത് ഇവിടെ ഈ റീസൈക്കിളിൽ എന്ത് ബട്ടൺ ഉണ്ട് കൊടുത്താൽ പോയി ഗൈസ്, അത് പോയി ഗൈസ്. പിന്നെ നമ്മളെ ശ്രദ്ധിച്ച് ഞാൻ ഒരു സ്മൈല് വരച്ചുവിട്ടാ. ഇത് എനിക്ക് ഗൈസ് ഞാനിത് ലോക്ക് എന്നൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ലോക്ക് ചെയ്തിട്ട് ഗൈസ് നോക്കാം, ഡിലീറ്റ് ചെയ്ത് നോക്കട്ടെ, ഡിലീറ്റ് ആവില്ല ഗൈസ്. അതാണ് ശരിത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗൈസ്. പിന്നെ വേറെ കാര്യമായിട്ട് ഇപ്പം എന്താ പറയാണെന്ന് വെച്ചാൽ ഇതൊരു ഫുട്ബോളിൻ്റെ കോട്ട് പോലെ അല്ലേ ഗൈസ്, ഫുട്ബോളിൻ്റെ ഒരു പിച്ച് പോലെ ഉണ്ട് ഗൈസ്. ഇവിടെ ആൾക്കാരിരിക്കും, ഇവിടെ ഇരിക്കും, ഇത് ഗോൾ പോസ്റ്റ് സെൻറ്റർ അങ്ങനെയൊക്കെ ഏകദേശമായിട്ടാണ് ഗൈസ് കാണാം. പിന്നെ ഗൈസ് പെണ്ണ് ഗൈസ് കൊള്ളാട്ടോ, നല്ല അടിപൊളി പെണ്ണ് കേട്ടോ, നീല കളർ പെണ്ണ്, റൈറ്റിംഗ് പെണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് റൈറ്റിംഗ് പെൻ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ് ഇതിൻ്റെ വില എത്രയാണ്. അപ്പോൾ ഗൈസ് അത്രയ്ക്ക് വലിയ കാര്യമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ കൊണ്ടുപോകാനുള്ളൊരു സാധനമാണ്. പിന്നെ നല്ല പടമൊക്കെ വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഞാൻ വരച്ച് നോക്കിയിട്ടില്ല, അതിപ്പോൾ മേടിച്ചിട്ടുള്ള ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വന്ന് വരച്ചൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോഴേക്കും ബൈ ഗൈസ്.